കുഞ്ഞുമണികളെ, ഒരു പാലട പായസം ഉണ്ടാക്കിയാലോ? എന്നാ തുടങ്ങാം. ഗ്യാസ് അടുപ്പൊക്കെ കത്തിച്ചു. ഇനി പാത്രം അടുപ്പത്തേക്ക് വെക്കുകയാണേ. ഞാൻ പാത്രത്തിൽ വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം ചൂടായി. ഇനി പാലട മിക്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഒരു പേക്ക് പാലടയ്ക്ക് 5 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. പാൽ ഏകദേശം തിളച്ച് വന്നപ്പോൾ ഞാൻ 6 ഏലക്കായ പൊടിച്ചിട്ട് 7 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു. പാലട നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇത് കുറുകി വരുന്നതിനനുസരിച്ച് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിച്ച് പോകാൻ അതുണ്ട്, ടേസ്റ്റും കുറയും. ഏകദേശം റെഡി ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെന്തതിന് ശേഷം. അപ്പം നമ്മുടെ പാലട പായസം റെഡി ആയിരിക്കുകയാണ് കേട്ടോ. കുറച്ച് മിൽക്കി മിസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർക്കുമ്പം കൂടുതൽ ടേസ്റ്റ് കിട്ടും. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തു. നെയ്യിൽ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കി മൂപ്പിച്ചതിന് ശേഷമാണ് പായസത്തിലേക്ക് ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ പായസം റെഡി ആയിരിക്കുകയാണ്. ഈ രുചികരമായ പായസം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. മോനെ, പായസം സൂപ്പറാണോ? എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.